അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഫൺ വിത്ത് മാവേലി എത്തിയിരിക്കുകയാണ്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ എനിക്കും പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ പ്രജകളെയും കണ്ടിട്ട് ഓണാശംസകളൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ മാവേലിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം, അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ പറയണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക. മാവേലി അവിടെ എത്തുന്നതായിരിക്കും. ഒരുപാട് വിളികളൊക്കെ വരുന്നുണ്ട്. മാവേലിക്ക് പോകാൻ പറ്റുന്നിടത്തോളമൊക്കെ പോവും. ആ ഒരു 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ എല്ലായിടത്തും മാവേലി തന്നെ ഓടിയെത്തണം. അപ്പോൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. മാവേലി അവിടേക്ക് ഓടിയെത്തുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ടെലികാസ്റ്റിംഗ് വരുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 7:30 അത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 കേട്ടോ. അതും കാണുക. അപ്പോൾ മാവേലിക്കൊപ്പം തന്നെ ഇപ്രാവശ്യം ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം. ഫൺ വിത്ത് മാവേലിയുടെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രോഗ്രാമിലേക്ക്. മഹാബലിയെ തിരഞ്ഞ് കുറച്ച് പ്രജകൾ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് ഒന്നോളാ, അങ്ങോട്ട് വരിക, അതൊക്കെ കൊണ്ട് എടുത്തോളാം. ഇവിടെ ഒന്നോളാ. മോളെ പേരെന്താണ്? ദേവനന്ദ. മോളെ പേരോ? വൈഗ. ഏഞ്ചലിൻ. ശിവനന്ദ. ഓക്കെ. അപ്പോൾ എങ്ങനെ എത്രയിലാണ് പഠിക്കുന്നത് നിങ്ങൾ? ഏത് സ്കൂളാ? വിവേകോദയം. എല്ലാവരും വിവേകോദയാണ് അല്ലേ? അപ്പോൾ ഓണാഘോഷമൊക്കെ ഇതുവരെ ഓണാഘോഷം കുഴപ്പമില്ല. സ്കൂളിലെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഗംഭീരാക്കണം അല്ലേ? തവണത്തെ ഓണം എങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണോ? മൊത്തത്തിൽ അടിച്ചു പൊളിക്കാണ് അല്ലേ? ആരാ ഇതില്? മോള് പാട്ട് പാടുന്നു ഇയാൾ പറഞ്ഞല്ലോ. അപ്പൊ ഇയാള് പാട്ട് പാടുന്നു ഇയാള് പറഞ്ഞു. പാട്ട് പാടുന്നു. പ്രിയമുള്ളവരെ, ഇയാള് നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ പോണ്. ഇപ്പൊ ഞാൻ തന്നെ പാടേണ്ടി വരുമോ? ഇങ്ങോട്ട് കയറി നിൽക്കുക. ഞാൻ ഒരു പാട്ട് പാടിയല്ലോ. എങ്ങനെ ഇരിക്കും? ഒരു പാട്ട് കണ്ട് കീച്ചല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യോ? കടുവായെ കിടുവ പിടിക്കുന്നേ അമ്പമ്പ്, മറിയോന്തിന് ചായ പഠിക്കുന്നേ. കൂടെ പാട്. കമോൺ എവരിബഡി കമോൺ എവരിബഡി. കടുവായെ കിടുവ പിടിക്കുന്നേ. സമ്മാനമുണ്ട്. വേണം മുടക്കാൻ. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാ. ഇവിടെ നിന്നുള്ളത് നമ്മളൊക്കെ ഒരു സ്കൂളുകാരല്ലേ? എന്താ പേരെന്താ? ലക്ഷ്മി നാരായണൻ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊരു കാര്യങ്ങൾ പറയാം. അതെൻ്റെ ഏറ്റു പറയാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കിട്ടില്ല. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഒരു 5 വട്ടം കൂടെ നിർത്താതെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം വീട്ടിലേക്ക് കൊണ്ടുപോകാം. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. നല്ലൊരു കൈയടി കൊടുക്കുക. ഇനി മോള് നോക്കുകയാണ്. തെറ്റിയാലും കുഴപ്പമില്ല. നോക്കുകയാണ്. ട്രൈ ചെയ്തിട്ട് പറയൂ. കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ രാമമൂർത്തി. കേമായിരിക്കണോ? കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ. മോളെ ചിരിപ്പിക്കരുത്. ഇത് സമ്മാനത്തിനുള്ള കളിയാണ്, വെറുതെ കളിക്കുന്നല്ല. പറഞ്ഞോളൂ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ. കേമായിരിക്കണം. അടിപൊളി. അപ്പോൾ എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടിയിട്ടുള്ള സമ്മാനമാണ്. അതായത് TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരും തൃപ്രയാറാണ് അതിൻ്റെ ഷോറൂം. അപ്പോൾ ഇവർ നൽകുന്ന പായസ കിറ്റാണ് സമ്മാനം. ഓക്കെ, സന്തോഷമായല്ലോ. ഒരുപാട് ട്രെൻഡിങ് ആയ ആഭരണങ്ങളൊക്കെ ഉള്ള ജ്വല്ലറിയാണ് തൃപ്രയാർ ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കൊന്ന് സന്ദർശിക്കുക. ഓക്കെ ആണല്ലോ? സന്തോഷമായി. അപ്പോൾ അടുത്തൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഇത് നൽകുന്നത് TPR തന്നെയാണ്, തൃപ്രയാറ്. അതുപോലെ തന്നെ തൃശ്ശൂർ MG റോഡിലാണ് ഇവരുടെ ഷോറൂമുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. ഓക്കെ ആണല്ലോ മിടുക്കന്മാരെ? ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ സന്തോഷമായി? ആയിട്ടില്ല. നാമിന് സന്തോഷമായിട്ടില്ല. അപ്പോൾ നാമിൻ്റെ ഭാഗമായിട്ട് വേറൊരു സമ്മാനം കൂടി ഉണ്ട്. വെറുതെ പോണ്ട. വീട്ടിൽ പോകുമ്പോൾ ഉഷാറായിട്ട് സന്തോഷത്തോടു കൂടി പോയത് എന്താണെന്ന് മനസ്സിലായോ? എന്താ അത്? അതെ, ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് ഇത്. സാധാരണത്തെ ഐസ്ക്രീമല്ല, ഓണായിട്ട് സ്പെഷ്യലായിട്ട് ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ട്. അതായത് പായസത്തിൻ്റെ തനത്
രുചിഭേദങ്ങളോടെ നമ്മുടെ ഈ മൺകപ്പുണ്ടല്ലോ, മൺകപ്പ്, അതിലാണ് ഇവർ ഐസ്ക്രീം നൽകുന്നത്. അവർ ഐസ്ക്രീമാണ് നൽകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് രുചിച്ച് നോക്കുക. ഓക്കെ ആണല്ലോ? ഹൈ സന്തോഷം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. ഉഷാർ പോരല്ലോ, യോഗത്തിൽ കുട്ടികൾക്ക് ഇത്ര ഉഷാർ പോരാ. അല്ല ഉഷാറായിട്ട് മിടുക്കന്മാരായിട്ട് ഒന്നും കൂടി പറഞ്ഞേ. സന്തോഷമായിരിക്കണം. മാവേലിക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകുന്നു. അപ്പോൾ നമ്മളെ കാത്തുകൊണ്ട് മറ്റൊരു കൂട്ടുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഓണായിട്ട് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ അല്ലേ? സന്തോഷമായില്ലേ? എല്ലാവർക്കും സന്തോഷമായോ? എന്താ പേര് പറ? മഹിസ. മോളുടെ പേരോ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. എത്രയിലാ പഠിക്കുന്നത് രണ്ടുപേരും? PG സെക്കൻഡ് ഇയർ. ഓക്കെ, എന്തായാലും സന്തോഷം കാണാൻ കഴിഞ്ഞത്. ഓണാഘോഷമൊക്കെ എങ്ങനെ നടക്കുന്നു? ഓണക്കോടിയൊക്കെ എടുത്തോ? ഇപ്രാവശ്യം ഓണം തകർക്കാനുള്ള പരിപാടിയാണ് അല്ലേ? മൊത്തത്തില് ചെറുതായിട്ട് തകർക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും സന്തോഷം. അപ്പൊ ഇതിൽ ആരാണ് പാട്ട് പാടുന്നത്? 2 വരി പാടുകയാണെങ്കിൽ ഞങ്ങൾ വലിയൊരു സമ്മാനം വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്തേ? പാടിക്കോളൂ, ധൈര്യമായിട്ട് പാടിക്കോളൂ. നിങ്ങളുടെ പാട്ട് കേൾക്കാനാണ് നാം പാതാളത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത്. പാടിക്കോളൂ, ധൈര്യമായിട്ട് പാടും. നല്ല സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. ഓക്കെ, പാടാൻ അറിയണ്ട. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ മഹാബലി തമ്പുരാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് ഏറ്റു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. വളരെ സിമ്പിളാണ്, പറയട്ടെ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഇത് ഒന്ന് 5 വട്ടം നിർത്താതെ പറഞ്ഞാൽ മതി. സമ്മാനം ഉണ്ടേ. ഒന്നുകൂടി പറയോ? ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒന്ന് സ്പീഡിൽ പറഞ്ഞേ, അത് നന്നായിരിക്കുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഡെവലപ്ഡാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്ത് പെട്ടെന്ന് പറയും ഇവരൊക്കെ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. വളരെ സ്പീഡിൽ പറയാം. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി മുരളി കളരി പഠിച്ചത് ഒളരിയിൽ ചെന്നിട്ടാണ് കളരി പഠിച്ചത്. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. 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 ഇനി മോളൊന്ന് ട്രൈ ചെയ്യാം. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. മുരളി കളരി പഠിച്ചു. 2 കേമന്മാരാണ്, കേമത്തിമാരാണ്. എന്തായാലും സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ പോകേണ്ട കാര്യമില്ല. കുറച്ച് നേരം നിന്നേന്, മഹാബലിയുടെ കൂടെ നിന്നേന് സമ്മാനങ്ങളുണ്ട് കേട്ടോ. സമ്മാനം തരട്ടെ? സന്തോഷമാവോ? സമ്മാനം തന്നു കഴിഞ്ഞാൽ ചിരിക്കുമോ? നന്നായിട്ടൊന്ന് ചിരിച്ചെന്നാ, നന്നായിട്ടൊന്ന് ചിരിച്ചെല്ലാവരും. ചിരിക്കങ്ങട്. എന്താ ചിരി. അപ്പോൾ TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമാണത്. ഇത് പായസം മിക്സാണ്. അപ്പോൾ ഇത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയാറാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കുക. അവിടെ നിന്നൊക്കെ നല്ല നല്ല ആഭരണങ്ങളൊക്കെ എടുക്കുക. ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉള്ള ജ്വല്ലറിയാണ് തൃപ്രയാർ ഗോൾഡൻ ഡയമണ്ട്സ്. മറക്കേണ്ട എന്നാണ് തൃപ്രയാർ ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ അതുപോലെ തന്നെ അവർ തന്നെ TPR പറഞ്ഞതിൽ ഒരു തെറ്റ് പറ്റിയിരിക്കും. TPR ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. അത് തൃപ്രയാറാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റി പറഞ്ഞു എന്ന് മാത്രം, വേറെ ഒന്നല്ല. തൃപ്രയാറും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ MG റോഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് TPR ഗോൾഡൻ ഡയമണ്ട്സ്? അവരുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഒന്ന് പിടിച്ചേ, ഒന്ന് കാണട്ടെ. സന്തോഷമായോ? 2 പേർക്കുള്ള സമ്മാനം കേട്ടാ. സന്തോഷമല്ലേ? ഹാപ്പിയാണോ? മാവേലി ഇവിടെ ഹാപ്പി ആയിട്ടില്ല. മാവേലി ഹാപ്പി ആവണമെങ്കിൽ വേറൊരു സമ്മാനം കൊണ്ട് കേമായിരിക്കുന്നത്. എന്താണ് കണ്ട? ഐസ്ക്രീമിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. അതും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഇപ്പോഴാണ് മുഖത്ത് സന്തോഷമായത്. ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മറ്റൊന്നുമല്ല, നമ്മുടെ പായസത്തിൻ്റെ രുചിയിലുള്ള ഐസ്ക്രീമാണത്. മാത്രമല്ല ഇത് കിട്ടുന്നത് ഒരു മൺപാത്രത്തിലാണ്. ഈ മൺപാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സാധനമാണത്. അപ്പോൾ എല്ലാവരും മേടിച്ച് കഴിക്കുക. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം. ഓക്കെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അവിടെ നോക്കി പറയാം.
പറഞ്ഞോളൂ. ഹാപ്പി ഓണം. ഉഷാറായിട്ട് പറയട്ടെ. ഹാപ്പി ഓണം എന്നങ്ങട് പറഞ്ഞോളൂ. അങ്ങട് ഈസി ആയിട്ട് അടിച്ചോളൂ. ഹാപ്പി ഓണം. പോരല്ലോ. ഒന്ന് ഉഷാറായിട്ട് പറയ്. ഹാപ്പി ഓണം എന്നങ്ങട് പറഞ്ഞോളൂ. ഹാപ്പി ഓണം. സന്തോഷമായിരിക്കണു. എന്തായാലും നന്ദിയുണ്ട് കേട്ടോ മക്കളെ. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയാണ്. ഹൈ, അപ്പോൾ നമ്മുടെ മറ്റൊരു കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ഹൈ, എന്താണ് പേര് പറ? മാജിദ. മാജിദ. മാജിക. മാജിക. മാജിക മാജിക് കാണിക്കോ? ഹൈ, ഒരു വെറൈറ്റി പേര് മാജിക ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കും. എന്തായാലും വെറൈറ്റി നല്ലൊരു പേരായിരിക്കണം. കുട്ടിയുടെ പേര് പറ. അമൃത. അമൃത. ഹൈ, അപ്പോൾ എന്താണ് പരിപാടി? ഓണായിട്ട് പർച്ചേസിന് ഇറങ്ങിയതാണോ? ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്നതാ. അല്ല, എൻ്റെ വീട്ടിലേക്ക് വന്നതാ. വീട്ടിലേക്ക് പോയതാണ് അല്ലേ? എന്താ പഠിക്കുകയാണോ ചെയ്യുന്നത്? അതെ. എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ചെയ്യാ. എന്തിനാണ് പഠിക്കുന്നതല്ല, എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തെറ്റിദ്ധരിക്കണ്ട. എന്താണ് പഠിക്കുന്നത്? ഞാൻ വർക്ക് ചെയ്യാ. എവിടെയാണോ? ഞാൻ ലൈറ സലൂൺ ചാലക്കുടി. ചാലക്കുടി. ബ്യൂട്ടീഷ്യനാണോ? ഗംഭീരമായിരിക്കും. അപ്പോൾ മഹാബലിനെ ഒന്നും കൂടി ഭംഗിയാക്കാൻ പറ്റുമോ? നോക്കാം അല്ലേ? നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഭംഗിയാക്കി വിടും. അപ്പോൾ ഒരു പാട്ട് പാടി തരികയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും. പാടിക്കോളൂ. പല്ലിൽ കമ്പിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പാടി തകർത്തേനെ അല്ലേ? പല്ലിൽ ഇന്നാണോ കമ്പിട്ടേ? ഇന്ന് രാവിലെ. മഹാബലി വരുന്ന സമയത്ത് തന്നെ കമ്പിട്ടു പല്ലിന്. കുഴപ്പമില്ല, ആര് പാടിയാലും കുഴപ്പമില്ല. ഇയാൾ പാടിയാലും പാട്ടറിയില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടോ. കാക്കേ കാക്കേ കൂടെ എവിടെയെന്നറിയോ? പാട്ട് പാടാൻ അറിയോ? ഇല്ല, എനിക്കറിയില്ല പാട്ട്. അപ്പോൾ പാട്ട് പാടാൻ അറിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പോകാൻ വരട്ടെ. ഞാൻ വേറൊരു കാര്യം പറയാം. അത് ഏറ്റു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട് കേട്ടാ. മറ്റൊന്നുമില്ല, തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. ഇത് വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പറയാവുന്നതാണ്. ഒന്നുകൂടിയും പറഞ്ഞു തരാം. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പറഞ്ഞോളൂ. തൃശ്ശൂർ തൃപ്പടി എന്തായിരുന്നു? തൃപ്പടിമേൽ. തൃശ്ശൂർ തൃപ്പടിമേൽ 5 തത്ത 10 തത്ത ചത്തു കുത്തിയിരുന്നു. അമ്മോ, എനിക്ക് കൂടി തല കറങ്ങണം. അതാ, ഒന്നുകൂടി പറഞ്ഞു തരാം. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. ഇത്ര ഉള്ളോ? സംഭവം സിമ്പിളാണ്. തൃശ്ശൂർ തൃപ്പടിമേൽ 5 തത്ത 10 തത്ത ചത്തു കുത്തിയിരുന്നു. അങ്ങോട്ട് കുത്തിയിരുന്നു അല്ലേ? എന്തായാലും സന്തോഷമായി. ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്യും. പറ്റാതിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരോ? തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പറഞ്ഞോളൂ. തൃശ്ശൂർ തൃപ്പടിമേൽ 5 തത്ത 10 തത്ത ചത്തു കുത്തിയിരുന്നു. മൈക്കൊക്കെ എന്തോ തകരാറുണ്ട് കേട്ടോ. ആ കുട്ടി തെറ്റിച്ചല്ല, മൈക്കയുടെ തകരാറാണ് അല്ലേ? മോള് പറയൂ. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. ഈ പല്ലു കട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മെ പറ്റിക്കായിരുന്നു അല്ലേ? ഗംഭീരമായിട്ട് പറയുന്നുണ്ടല്ലോ. ഒന്ന് സ്പീഡിൽ പറഞ്ഞ ഒരു 5 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമായിട്ട് കിട്ടൂല. സ്പീഡിൽ പറഞ്ഞോളൂ. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. 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 രണ്ടുപേരും ഗംഭീരമായിരിക്കുന്നു. രണ്ടുപേർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരൊന്ന് കൈയടിച്ചേ. ഒന്ന് കൈയടിച്ചേ. ഗംഭീരമായിരിക്കുന്നു. എന്തായാലും സന്തോഷം. വെറുതെ പോണ്ട. മഹാബലിയുടെ വകയായിട്ട് ഗിഫ്റ്റൊക്കെ ഉണ്ട്. സന്തോഷമായോ? ഈ ഗിഫ്റ്റ് അങ്ങോട്ട് തരാം. അപ്പോൾ കൂടുതൽ സന്തോഷം. ഇത് TPR ഡയമണ്ട് ഗോൾഡ്സ് നൽകുന്ന ഗിഫ്റ്റാണ്. ഇത് പിടിക്കുക. ഇത് തൃപ്രയാറും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരും ആണ്. തൃശ്ശൂർ MG റോട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇവരുടെ ജ്വല്ലറിയൊക്കെ ഒന്ന് സന്ദർശിക്കുക. മനസ്സിലാവുന്നുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കുക, സന്ദർശിക്കുക. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുക. മഹാബലിക്കൊരു സന്തോഷം, അവർക്കും സന്തോഷമാവട്ടെ അല്ലേ? ഓക്കെ, വാങ്ങില്ലേ? അപ്പോൾ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെ നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. അപ്പോൾ സന്തോഷമായോ? സന്തോഷം അങ്ങോട്ട് പോരാ അല്ലേ? കുറച്ചും കൂടി സന്തോഷം ആവണമെന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി സന്തോഷമാവാനായിട്ട് വേറൊരു സമ്മാനം കൂടി മഹാബലി തരുന്നുണ്ട്. എന്താ അത്? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഓണം സ്പെഷ്യലായിട്ടൊരു ഐസ്ക്രീം ഇറക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പായസത്തിൻ്റെ രുചിയിലാണ് ഐസ്ക്രീം വരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ മൺപാത്രമുണ്ടല്ലോ, പാരമ്പര്യമായ തനത് രീതിയിലുള്ള മൺപാത്രത്തിലാണ് ഈ ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ആണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ചേർന്ന് ഓണം അങ്ങോട്ട് അടിച്ചു പൊളിക്കുക.
അടിച്ചു പൊളിക്കില്ലേ? ക്യാമറയിൽ നോക്കിയിട്ട് ഹാപ്പി ഓണം എന്നങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. ഒന്ന് ഉച്ചത്തിൽ പറ. ഹാപ്പി ഓണം. ഉഷാറ് പോരാ. ഹാപ്പി ഓണം. സന്തോഷമായിരിക്കണു മാവേലിക്ക്. അനുഗ്രഹിക്കുന്നു. ഇപ്പൊ എന്തായാലും സന്തോഷമായിരിക്കുന്നു പ്രജകള്. ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നമ്മളെ. ആരൊക്കെ നിൽക്കുന്നത് വളരെ സന്തോഷം കണ്ടതില്. എന്താണ് ഓണായിട്ട് കറങ്ങാൻ ഇറങ്ങിയത്? സ്കൂളിൽ നിന്ന് വരികയാണോ? ക്ലാസ് കഴിഞ്ഞ് വരും. ക്ലാസ് കഴിഞ്ഞിട്ട് വരിക. എത്രയിലാണ് പഠിക്കുന്നത്? CMA കോച്ചിങ്ങിന് പഠിക്കാം. CMA കോച്ചിങ്ങിന് പഠിക്കണം എല്ലാവരും. അപ്പൊ പേര് പറഞ്ഞോളാം. ഷിഫ. ഷിഫ. മോളെ പേര്? ഷെറിൻ. ആരതി. ആരതി. എന്തായാലും ഓണൊക്കെ ഓണം അടിച്ചു പൊളിക്കാനുള്ള തീരുമാനത്തിലാണ് അല്ലേ? ഇപ്പൊ ഓണക്കോടിയൊക്കെ എടുത്തോ? എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ? അപ്പൊ ഒരു പാട്ട് പാടെന്ന് പറഞ്ഞു ഇയാള്. നന്നായിട്ടൊരു പാട്ട് ക്യാമറയിൽ നോക്കി. ഇല്ല, പാടില്ല. ഇയാളൊരു പാട്ട് പാടി. അല്ല, എനിക്കറിയില്ല. ഇയാളൊരു പാട്ട് പാടി. ഇപ്പൊ ആകെ ബേജാറായല്ലോ. മഹാബലി തന്നെ പാട്ട് പാടേണ്ട അവസ്ഥയാണല്ലോ. ഇപ്പൊ അത് വേണ്ട, പാട്ട് വേണ്ട. നാം ഒരു ചോദ്യം, ഒരു കുസൃതി ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ ആണോ? ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സമ്മാനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ്? എന്താണ് ഈ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി? സീരിയസ് ആയിട്ടില്ല, നമ്മളൊരു ഫണ്ണി ക്വസ്റ്റ്യനാണ്, കുസൃതി ക്വസ്റ്റ്യനാണ് കേട്ടോ. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഒരു ക്ലൂ തരാം. നമ്മൾ പലവരും ഇങ്ങനെ പിറുപിറുക്കുമ്പോൾ പറയും ഇയാളെക്കുറിച്ച് അത് പറയാണ്, ഇയാളെക്കുറിച്ച് മറ്റത് പറയാണ് എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തായാലും പറയാ? ഇതിന് വലിയ ക്ലൂ ഇനി മഹാബലിയോട് ചോദിക്കരുത്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഏഷ്യനി പറയലാണോ? നല്ലൊരു കയ്യടി കൊടുക്കുക. ഒന്നുകൂടി പറയാം. ഏഷ്യനി പറയാ. ഏഷണി. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏഷണിയാണ്. കറക്റ്റാണ് കേട്ടോ. നല്ലൊരു കൈയടി കൊടുത്തു. ഒന്ന് കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. എന്തായാലും ഉത്തരം പറഞ്ഞിരിക്കുന്നു. വെറുതെ പോണ്ട, സമ്മാനം ഉണ്ട്, വിഷമിക്കണ്ട. എന്താ മോളുടെ പേര് ഒരു വട്ടം കൂടി പറഞ്ഞേ? ഷിഫ. ഷിഫ. ഷിഫ എല്ലാവർക്കും കൂടി കൊടുക്കണം ഈ സമ്മാനം. എല്ലാവർക്കും കൂടിയിട്ടുള്ള സമ്മാനമാണ്. അപ്പോൾ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനം. അതെ, ക്യാമറയിലൊക്കെ ഒന്ന് കാണാൻ വിധത്തിലൊന്ന് പിടിച്ച്. തൃപ്രയാറും തൃശ്ശൂരാണ് ഇതിൻ്റെ ഷോറൂമുകളുള്ളത്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അടിപൊളി ഒരു സമ്മാനമാണ്. ഓക്കെ, സന്തോഷമായോ? സന്തോഷമായി അല്ലേ? സന്തോഷം ആയിട്ടില്ല എന്ന് തോന്നുന്നു. ചെറിയൊരു സന്തോഷത്തിന് ഒരു കുറവുണ്ട്. പേടിക്കണ്ട, അടുത്ത സമ്മാനം കൂടി ഞാൻ തരാം. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. വീണ്ടും സന്തോഷം അല്ലേ? വീണ്ടും സന്തോഷം. ഇതെല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് സന്തോഷമായില്ലെങ്കിൽ വേറൊരു സമ്മാനം കൂടി തരാം. എന്തിയേ? ഓക്കെ ആണോ? നല്ലതാണ്. ഈ പരിപാടി എന്നും ഉണ്ടാവോ ആവോ അല്ലേ? അങ്ങനെ. അപ്പോൾ ദാ അടുത്ത സമ്മാനം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. സന്തോഷമായോ? ഈ ഐസ്ക്രീമിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരു പായസത്തിൻ്റെ ടേസ്റ്റാണതിന്. ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അവർ. പായസത്തിൻ്റെ ടേസ്റ്റുള്ള ഐസ്ക്രീം നമ്മുടെ ചെറിയ മൺകലത്തിലാണല്ലോ ഇവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുക മേടിച്ചിട്ട് ഈ ഗിഫ്റ്റ് വൗച്ചർ എടുക്കുക, കളയരുത്. അപ്പോൾ ഈ ഗിഫ്റ്റ് വൗച്ചർ ആ നമ്പറുണ്ട്, ആ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട ഗിഫ്റ്റ് വൗച്ചറിൽ അതിൻ്റെ സമ്മാനങ്ങളൊക്കെ കൈപ്പറ്റുക. ഒക്കെ സന്തോഷമായില്ലേ? എല്ലാവർക്കും ഹാപ്പിയാണോ? അങ്ങനെയാണെങ്കിൽ ഹാപ്പി ഓണം എന്ന് ക്യാമറ നോക്കി ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ സന്തോഷമായിരിക്കണോ? അനുഗ്രഹിച്ചിരിക്കുന്നു. കാണാൻ വീണ്ടും. അയ്യോ, വയ്യാതായിരിക്കണോ? നടന്ന് മാവേലി ഗതി കെട്ടിരിക്കണു എന്ന് പറയാലോ. എന്തായാലും കുഴപ്പമില്ല. പ്രേക്ഷകരെ കാണുക, അതുപോലെ തന്നെ നമ്മുടെ പ്രജകളെ കാണുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണല്ലോ. ആ സന്തോഷത്തിൽ പറയും വേറൊരു സന്തോഷം നാമനില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഫൺ വിത്ത് മാവേലിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് കാണാം. പിന്നെ മാവേലിയോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ, നേരിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കാം. മാവേലി അവിടെ എത്തുന്നതായിരിക്കും. ഒരുപാട് വിളികളൊക്കെ വരുന്നുണ്ട്. നാം പരമാവധി എത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വരാൻ നോക്കുക. അപ്പോൾ അതിലൊക്കെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക, കാര്യങ്ങളൊക്കെ അറിയുക. മാവേലി എന്തായാലും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മാവേലിക്ക് വയ്യാതായിരിക്കണോ?